എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാജസ്ഥാൻ വേഴ്സസ് ബാംഗ്ലൂർ ത്രില്ലർ പോരാട്ടത്തിന് ശേഷം IPL 2024 പോയിൻ്റ് ടേബിളിൽ വന്ന ചില കാര്യമായ മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒപ്പം ഈ ഒരു സാഹചര്യത്തിൽ 10 ടീമുകളുടെയും നോക്കൗട്ട് പ്രതീക്ഷകൾ എങ്ങനെയൊക്കെ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കും IPL റിലേറ്റഡ് കണ്ടൻസിന് വേണ്ടി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് തന്നെയാണ്. കളിച്ച 4 മത്സരങ്ങളിലും അപരാജിത കുതിപ്പ് തുടരുന്ന റോയൽസ് 8 പോയിൻറ്റുമായി ഒന്നാം സ്ഥാനത്ത് തുടരുന്നുണ്ട്. +1.1 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. രണ്ടാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. 3 മത്സരങ്ങൾ കളിച്ചപ്പോൾ 3ലും അവർക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നു. 6 പോയിൻറ്റുമായി രണ്ടാം സ്ഥാനത്താണ് KKR. +2.5 ആണ് നെറ്റ് റൺ റേറ്റ്. മൂന്നാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് 4 മത്സരം കളിച്ചപ്പോൾ 2 വിജയം 2 പരാജയം എന്നിങ്ങനെ 4 പോയിൻറ്റുമായി മൂന്നാം സ്ഥാനത്താണ് CSK. +0.5 ആണ് അവരുടെ റൺ റേറ്റ്. ടോപ്പ് 4ലെ അവസാന ടീം ലക്നൗ സൂപ്പർ ജയൻസ് ആണ്. 3 മത്സരം കളിച്ചപ്പോൾ 2 വിജയം 1 പരാജയം ഉൾപ്പെടെ 4 പോയിൻറ്റുമായി നാലാം സ്ഥാനത്താണ് LSG. +0.4 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. അഞ്ചാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. 4 മത്സരം കളിച്ചപ്പോൾ 2 വിജയം 2 പരാജയം ഉൾപ്പെടെ 4 പോയിൻ്റാണ് അവർക്കുള്ളത്. +0.4 ആണ് SRHൻ്റെ നെറ്റ് റൺ റേറ്റ്. ആറാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് ആണ്. 4 മത്സരം കളിച്ചപ്പോൾ 2 വിജയം 2 പരാജയം 4 പോയിൻ്റുണ്ട്. ആറാം സ്ഥാനത്താണ് പഞ്ചാബ്. -0.2 ആണ് PBKസിൻ്റെ നെറ്റ് റൺ റേറ്റ്. ഏഴാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. 4 മത്സരം കളിച്ചപ്പോൾ 2 വിജയം 2 പരാജയം 4 പോയിൻ്റാണ് ഉള്ളത്. -0.5 ആണ് ഗില്ലിൻ്റെയും സംഘത്തിൻ്റെയും നെറ്റ് റൺ റേറ്റ്. എട്ടാം സ്ഥാനത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാനോട് അവർ തോറ്റിരുന്നു. 5 മത്സരം കളിച്ചപ്പോൾ 1 വിജയം മാത്രമാണ് ഉള്ളത്. 4 പരാജയങ്ങൾ ഉൾപ്പെടെ 2 പോയിൻ്റാണ് RCBക്കുള്ളത്. -0.8 ആണ് റൺ റേറ്റ്. ഒൻപതാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. 4 മത്സരം 1 വിജയം 3 പരാജയം എന്നിങ്ങനെ 2 പോയിൻ്റാണ് ഉള്ളത്. -1.3 ആണ് DCയുടെ റൺ റേറ്റ്. 10ാം സ്ഥാനത്ത്, അതായത് ഈ ഒരു പോയിൻ്റ് ടേബിൾ അവസാന സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് ആണ്. ഈ ഒരു സീസണിൽ ഇതുവരെയും 1 പോയിൻ്റ് പോലും സ്വന്തമാക്കാൻ കഴിയാത്ത MI 3 മത്സരം കളിച്ചപ്പോൾ 3ലും പരാജയപ്പെട്ടിരുന്നു. -1.4 ആണ് റൺ റേറ്റ്. ഇനി ഒരു 10 ടീമുകളെ നോക്കൗട്ട് പ്രതീക്ഷയിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം. ടോപ്പ് 4ലെ ലിസ്റ്റ് പ്രകാരം രാജസ്ഥാൻ റോയൽസ് ഏതാണ്ട് ഈ ഒരു പെർഫോമൻസ് തുടരുകയാണെങ്കിൽ അവർക്ക് അനായാസം പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കും. കൊൽക്കത്തയുടെ കാര്യം വിപരീതമല്ല. ഈ 2 ടീമുകളാണ് നിലവിൽ ഈ ഒരു സീസണിൽ ഇതുവരെയും പരാജയം അറിയാത്തത്. രാജസ്ഥാൻ കളിച്ച 4 മത്സരം വിജയിച്ചതെങ്കിൽ KKR കളിച്ച 3ലും വിജയിച്ചിട്ടുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യം അത്ര പന്തിയല്ല. കാരണം അവസാനം കളിച്ച 2 മത്സരങ്ങൾ തുടർ പരാജയം അവർക്കുണ്ട്. പക്ഷേ പോയിൻ്റ് ടേബിളിൽ വളരെ മികച്ച റൺ റേറ്റ് ഉള്ളതിനാൽ തന്നെ അവർക്കും നോക്കൗട്ടിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഉണ്ട്. ടോപ്പ് 4 അവസാന സ്ഥാനത്തിനായിരിക്കും പെടാൻ പോകുന്നത്. ലക്നൗ സൂപ്പർ ജയൻസ് 3 മത്സരപ്പോൾ 4 പോയിൻ്റാണ് ഉള്ളത്. LSG, SRH, പഞ്ചാബ്, GT ടീമുകൾക്ക് 4 പോയിൻ്റാണ് ഉള്ളത്. അതിൽ SRHനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം അവർക്ക് റൺ റേറ്റ് പോസിറ്റീവാണ്. LSG 1 കളിയെ കുറവ് കളിച്ചിട്ടുള്ളൂ. പക്ഷേ SRHന് നല്ല ടീമുണ്ട്. കാരണം അവർക്ക് കളിച്ച അവസാന 2 മത്സരങ്ങളും അവർക്ക് മിന്നുന്ന വിജയം നേടാൻ സാധിച്ചിരുന്നു. ഒപ്പം റൺ റേറ്റും പോസിറ്റീവ് തന്നെയാണ്. പഞ്ചാബിൻ്റെയും ഗുജറാത്തിൻ്റെയും കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് 2 ടീമുകൾക്കും 4 മത്സരങ്ങൾ കളിച്ചപ്പോൾ 4 പോയിൻ്റാണ് ഉള്ളത്. പക്ഷേ റൺ റേറ്റ് മൈനസാണ് കിടക്കുന്നത്. RCBയുടെ കാര്യത്തിൽ RCB, ഡൽഹി, മുംബൈ ടീമുകളിലേക്ക് വരികയാണെങ്കിൽ ഏതാണ്ട് നോക്കൗട്ട് പ്രതീക്ഷകൾ ഈ ഒരു സാഹചര്യത്തിൽ അസ്തമിച്ച ടീമുകൾ നമുക്ക് പറയാം. ഈ ഒരു സാഹചര്യത്തിൽ RCBയുടെ ഏതാണ്ട് ഏറെക്കുറെ പോയെന്ന് തന്നെ പറയാം. കാരണം 5 മത്സരങ്ങൾ കഴിഞ്ഞു, 1 വിജയം മാത്രമാണുള്ളത്. റൺ റേറ്റ് ആകട്ടെ -0.8 ആണ്. 2 പോയിൻ്റ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി മത്സരങ്ങളുണ്ട്. പക്ഷേ ആ ഒരു മത്സരങ്ങളെല്ലാം RCBയെ സംബന്ധിച്ച് അതിനിർണായകം തന്നെയാണ്. മികച്ച നെറ്റ് റൺ റേറ്റിൽ ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിക്കുകയാണെങ്കിൽ RCBയെ സംബന്ധിച്ച് അവസാന 4ലേക്ക് എത്താം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് പ്ലേ ഓഫ് ഏതാണ്ടൊക്കെ അസ്തമിക്കാറായി ഇരിക്കുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. DCയിലേക്ക് വരുവാണെങ്കിൽ അവർക്ക് 4 മത്സരങ്ങൾ 1 വിജയം മാത്രമാണുള്ളത്. അവരുടെ നെറ്റ് റൺ റേറ്റ് വളരെയധികം മോശമാണ്. -1.3 ആണുള്ളത്. 2 പോയിൻ്റ് മാത്രമേ ഉള്ളൂ. അവർക്കും ഏതാണ്ടൊക്കെ അസ്തമിച്ച പ്ലേ ഓഫ് പ്രതീക്ഷ, നോക്കൗട്ട് സാധ്യത അസ്തമിച്ച ഒരു പൊസിഷൻ തന്നെയാണ്. പക്ഷേ ഇനി മത്സരങ്ങളുണ്ട്. തുടർ വിജയങ്ങൾ അവർക്ക് മുന്നോട്ടെത്തിയും. ഒപ്പം മികച്ച വിജയങ്ങൾ നേടണം. നെറ്റ് റൺ റേറ്റ് പോസിറ്റീവ് എത്തിച്ചാൽ മാത്രമേ അവർക്ക് കാര്യമായ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാനുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്ലേ ഓഫ് അസ്തമിച്ച ഒരു ടീം നമുക്ക് മുംബൈ എന്ന് പറയാം. കളിച്ച 3 മത്സരങ്ങളിൽ 1 പോയിൻ്റ് പോലും നേടാൻ MIക്ക് സാധിച്ചിട്ടില്ല. റൺ റേറ്റും -1.4 ആണ്. മുംബൈയെ സംബന്ധിച്ച് ഇനി മത്സരങ്ങളുണ്ട്. 3 മത്സരമേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ 3ലും തുടർ പരാജയമായിരുന്നു. 1 പോയിൻ്റ് പോലും ഇതുവരെയും MIക്ക് നേടാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലെ നോക്കൗട്ട് പ്രതീക്ഷകളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് പങ്കുവച്ചത്. ഇനി മത്സരാഴ്ചകളുണ്ട്, വമ്പൻ മത്സരങ്ങളുണ്ട്. പോയിൻ്റ് ടേബിൾ അടിപൊളി മാറിയാം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.